ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മള് പായസം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. പായസം. അപ്പൊ വിഷുവായിട്ട് ഇന്ന് രാവിലെ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ എല്ലാവരുടെയും സ്റ്റോറി ഒക്കെ നോക്കിയപ്പോ പായസം 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 അങ്ങനെ കണ്ടപ്പോ എനിക്കും ഒരു കൊതി. അപ്പൊ ഞാനും വിചാരിച്ചു ഉണ്ടാക്കിയാലെന്നെ. ഉണ്ടാക്കാനുള്ള ആഗ്രഹമൊക്കെ ഭയങ്കര, പക്ഷെ ഇത് ഉണ്ടാക്കാൻ അറിയാമോന്ന് അറിയണ്ടേ? അറിയില്ല. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ ഗൂഗിളിലൊക്കെ തപ്പിയപ്പം മറ്റേ റെഡി ടു മിക്സ് കണ്ടു അല്ലേ? റെഡി മിക്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് നടക്കും ഈ പരിപാടി. പിന്നെ ഒന്നും നോക്കിയില്ല, പാലും മേടിച്ചു. ഇതാ ഈ സാധനം ഒന്ന് മേടിച്ചു. സ്വിഗ്ഗിന്ന് നേരെ ഓർഡർ ചെയ്ത് വീട്ടിൽ വന്ന് പോയി വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ഇതിനുള്ള പാല് ഞാൻ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നമ്മുടെ പാലൊക്കെ അടുപ്പത്തിരുന്ന് തിളയ്ക്കാനായിട്ട് ഇരിപ്പുണ്ട്. ഇനി ബാക്കി ഇത് തിളച്ചാലേ ഇതിന്റെ പരിപാടി നടക്കുള്ളൂ അല്ലേ? അപ്പോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള മടിയന്മാർക്ക് വേണ്ടിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തിളച്ചു പോയേനെ. അപ്പൊ പറഞ്ഞു വന്നത്, എന്നെ പോലെ ഒന്നും അറിയില്ലാത്ത വണ്ടികൾക്ക് വേണ്ടിയിട്ടും ഏതോ തലയുള്ളവൻ എവിടെയോ ഇരുന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ റെഡി ടു മിക്സ് ഒക്കെ. എന്തായാലും നന്നായി. അങ്ങനെയെങ്കിലും പൈസ കുടിക്കാം, ഇല്ലെങ്കിൽ അത് നടക്കുകയല്ല. പാല് തിളച്ചിട്ടുണ്ട്. അടുത്തത് ഇനി ഇതെന്നാ ചെയ്യണ്ടേന്ന് അറിയണം. അതായത് നമ്മൾ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ സാധനം കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. അപ്പൊ തിളച്ച പാലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആഹാ, നല്ല ഏലക്കായുടെ ഒക്കെ മണമുണ്ട്. ലോ ഫ്ലെയിമിൽ നമുക്ക് 10-12 മിനിറ്റ് കുക്ക് ചെയ്ത് നോക്കാം. എന്തിരുതോ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ശരിക്കും പറഞ്ഞ വിഷുവായിട്ട് പായസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ രാവിലത്തെ മടി കാരണം കൊണ്ട് നടന്നില്ല. അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് പാൽ പായസം കണ്ടെത്തുന്നു. അപ്പൊ പിന്നെ പറയുകയേ വേണ്ടല്ലോ, ഒട്ടും ചെയ്യത്തില്ല. ചുമ്മാ ഇരുന്നത് തിന്നാൻ കിട്ടുമ്പോ പിന്നെ പണിയെടുത്തോ. പിന്നെ കുറെ റീൽസ് ഒക്കെ കണ്ടപ്പോഴാ കുറെ ആൾക്കാർ പാൽ പായസം, സേമിയ പായസം കുടിക്കുന്നുണ്ട്. എനിക്ക് ആകെ കൂടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം സേമിയ പായസമാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്കും ഉണ്ടാക്കാന്ന്. അങ്ങനെ വാങ്ങിച്ചതാണ് ഗൈസ്, ദാ ഈ കാണുന്നത്. ഇനി ഇത് ഉണ്ടായി വരുമ്പോ അറിയാം, അതായത് ഇത് കുക്കായി വരുമ്പോ അറിയാം ഇത് എന്തൊരു ഇതാകുന്നു. പടച്ച റബ്ബേ, ഇത് പീരയും വെള്ളം പോലെ രണ്ടും രണ്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. വറ്റി വരുമ്പം ചിലപ്പം ശരിയാകുമായിരിക്കും. വറ്റിക്കാൻ നമുക്ക് ഇപ്പം പിന്നെ മിക്കവാറും എന്നെ പിടിച്ച് താട്ട്. വേറെ പണിയൊന്നും ഇല്ലായിട്ടാണെന്ന് പറയും. ഇന്നലെ അരച്ചു വെച്ച മാവാണ് ഗൈസ്, പെറ്റ് തള സൈക്കിളുടെ ചത്ത പോലെ കിടക്കുന്നു. ഇപ്പൊ ഒരു മരം പോലെ തപ്പും. മൊത്തത്തിൽ ഇന്ന് ഫ്ലോപ്പായിരുന്നു. വെന്തിട്ടില്ല ഗൈസ്. ഇതിങ്ങനെ വെന്തോ നോക്കിയപ്പോ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. കൊള്ളാം, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഏതാണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെല്ലാം അതിന്റെ പൊടിയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. സംഭവം കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും കൊള്ളായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പായസത്തിന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാശുവിന് കൊടുക്കാം, രണ്ടാമത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം.
കുടിച്ചു നോക്കിക്കേ. നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറ. അങ്ങനെ പറ്റത്തില്ല. കുടിച്ചു നോക്ക്. നല്ല പായസം കൊള്ളാൻ കഴിയും, അടിപൊളിയാ. പക്ഷെ കാശ് തന്നെ തളർത്തി കളഞ്ഞു. പക്ഷെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛനെ കുറിച്ചോ ഇത്രയും നമ്മുടെ വീഡിയോ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.